ഇതാണ് ഞാൻ ഫസ്റ്റ് മീലായിട്ട് എടുക്കുന്നത്. ഒരു 170 ഗ്രാം ഓഫ് ബീഫും അതുപോലെ തന്നെ ഒരു 100 ഗ്രാംസ് ഓഫ് റൈസും ജാസ്മിൻ റൈസും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെൻ്റ് ആണ് കാൽസ്യം സപ്ലിമെൻറ്റ്. കാൽസ്യം ഒരിക്കലും കാൽസ്യം മാത്രമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക, അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ കാൽസ്യം യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ D3 യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ മെനാക്വിനോൺ അഥവാ MK7 സപ്ലിമെൻറ്റ്. ഇത് രണ്ട് സഹായിക്കുന്നത് കാൽസ്യത്തിൻ്റെ പ്രോപ്പർ അബ്സോർപ്ഷനെയാണ്. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് മീൽ എടുത്തത് ഒരു 6:30 ആയിരുന്നു, 6:30 ആയിരുന്നു. അപ്പോൾ എൻ്റെ സെക്കൻഡ് മീലിൻ്റെ ടൈമായി. പിന്നെ ഒരു സ്കൂപ്പ് പ്രോട്ടീനും നെക്സ്റ്റ് ഒരു റോബസ്റ്റ ബനാനയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇനിയിപ്പം വർക്കൗട്ട് ചെയ്യാനുള്ള സമയമാണ്, ഇന്ന് കാർഡിയോ ഡേ ആണ്. അതിന് മുന്നേ ഞാനൊരു ബ്ലാക്ക് കോഫിയാണ് സാധാരണയായിട്ട് എടുക്കാറ്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മടി അതുപോലെ തന്നെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കിട്ടും. ഇതിൻ്റെ തേർഡ് മീലാണ്, അതായത് ഒരു 170 ഗ്രാം ഓഫ് ചിക്കൻ, then ഒരു 150 ഗ്രാം ഓഫ് റൈസ്, പോസ്റ്റ് വർക്കൗട്ട് മീൽ, അതിനുശേഷം ഒരു 50 ഗ്രാം ഓഫ് ഫെയർ. അപ്പോൾ തേർഡ് മീൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പോസ്റ്റ് വർക്കൗട്ട് മീലാണ്. അപ്പം ബോഡി ഏറ്റവും കൂടുതൽ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ ആ മീലിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ് കാൽസ്യത്തിൻ്റെ നെക്സ്റ്റ് ഡോസ് ഒരു കാൽസ്യൻ്റെ, ദെൻ വൈറ്റമിൻ D3. ഇപ്പം വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ള ടൈമാണ് വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പീരീഡ്. വൈറ്റമിൻ K2, മെനാക്വിനോൺ. ദെൻ അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് കോയിൻസൈൻ ക്യൂട്ടൻ, കോക്യൂട്ടൻ, അതുപോലെ തന്നെ ആൽഫ ലിപ്പോയിക് ആസിഡ്. ദെൻ can use vitamin E. This one is also a very good antioxidant. And finally, the vitamin C. Okay. ഇന്ന് മോർണിംഗ് സെഷൻ ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പം ഇന്നത്തെ ക്ലയൻസ് ഒക്കെ ഉള്ളത് ഈവനിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യാനെ കൊണ്ട് പോവാം. ഇത് നാലാമത്തെ മീല. ഏകദേശം ഒരു 7 എഗ്ഗും അതുപോലെ തന്നെ 100 ഗ്രാം റൈസും. ഇത് ലാസ്റ്റ് മീലാണ്, അതായത് 5th മീൽ. ഇതൊരു 75 ഗ്രാംസ് ഓഫ് റൈസും ഒരു 150 ഗ്രാം ഓഫ് ചിക്കനുമാണ്. സോ എൻ്റെ ലാസ്റ്റ് മീൽ ഫിനിഷ് ചെയ്ത് ഇനിയുള്ളത് കുറച്ച് സപ്ലിമെൻറ്റ്സ് ആണ്. ദിസ് ഈസ് മഗ്നീഷ്യം, ദെൻ ദിസ് വൺ ഈസ് omega-3, ദെൻ അശ്വഗന്ധ, അഗെയിൻ the antioxidants, CoQ10 and ALA. So that's about today.